ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. ഇക്കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നിട്ട് ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? വളരെ വേദനയോടുകൂടി ഈശോ ഫിലിപ്പോസിനോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഫിലിപ്പോസ് എന്താണ് ഈശോയോട് ആവശ്യപ്പെട്ടത്? പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോയ ഫിലിപ്പോസിനെ നമ്മളിവിടെ കാണുക. അതുകൊണ്ടാണ് വേദനയോടുകൂടി ഈശോ ഫിലിപ്പോസിനോട് ചോദിച്ചത്, ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാ ഫിലിപ്പോസേ നിനക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയത്? ഒരുപക്ഷെ ഇതേ ചോദ്യം എൻ്റെ ഈശോ എന്നോടും ചോദിച്ച് വേദനിക്കുന്നുണ്ട്. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും ഈ ദൈവത്തെ മനസ്സിലാക്കാനായിട്ടോ തിരിച്ചറിയാനായിട്ടോ സാധിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുക. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ദൈവത്തെ തേടി നമ്മൾ ഓടി നടക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അത്ഭുതം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഓടുന്നുണ്ടല്ലേ. എന്തിനു വേണ്ടിയാ ഓടുന്നത്? ദൈവത്തെ കാണാൻ വേണ്ടിയാ. എന്റെയും ജീവിതത്തില് എനിക്ക് അത്ഭുതങ്ങൾ വേണം. അത്ഭുതം നടക്കുന്ന സ്ഥലങ്ങളിലാണ് ദൈവമുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് എവിടെയൊക്കെ അത്ഭുതം നടക്കുന്നുണ്ടോ അവിടേക്കൊക്കെ നമ്മൾ ഓടുകയാ. എന്നാൽ ഫിലിപ്പോസിനോട് ചോദിച്ച ഇതേ ചോദ്യം എന്റെ ദൈവം എന്നോടും ചോദിക്കുക, നീ എവിടേക്കായി ഓടുന്നത്? നിന്റെ കൂടെ ഞാനില്ലേ? നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കാതെ പോയത്? എന്തിനാ നീ ഈ അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടുന്നത്? സ്നേഹമുള്ളവരെ, എന്ത് ഉത്തരമാണ് എൻ്റെ ദൈവത്തോട് എനിക്ക് പറയാനായിട്ടുള്ളത്? ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? കൂടെ ദൈവമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. കാരണം ഈ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത്ഭുതങ്ങളുടെ പിന്നാലെ പോകത്തില്ല, മറിച്ച് നിരാശയിൽ ജീവിക്കത്തില്ല, സന്തോഷത്തില് ദൈവ സാന്നിധ്യത്തില് ജീവിക്കാനായിട്ട് പറ്റും. ഒരിക്കലും പാപം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. കാരണം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ദൈവത്തോടു കൂടിയാ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഈ ദൈവ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് എപ്പോഴും വിശുദ്ധിയില് നന്മയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.